Hi dear friends, welcome back to our channel renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് ഒരു സ്റ്റേജിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുക. ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്, ഫുൾ പ്രൊസീജിയർ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ക്രീം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എൻഡ് ഭാഗത്തും ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് വേണം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്കാൽപ്പിൽ നിന്നും ഒരു 1 ഇഞ്ചും അതുപോലെ തന്നെ എൻഡിൽ നിന്ന് നമുക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എൻഡ് ഭാഗത്ത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യും, പക്ഷേ അത് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ആപ്ലിക്കേഷനൊക്കെ നമുക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് പോയിട്ട് ശരിക്കും തിൻ ലെയറായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഹെയറിൽ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. തിൻ ലെയറിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ സ്കാൽപ്പിൽ ഒരിക്കലും ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല. എൻഡ് ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് ടൈം, അതായത് വാഷിങ്, നമ്മുടെ ഈ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ് നമ്മളൊരു 20 കഴിഞ്ഞ് നമ്മൾ വിഷ്വലൈസ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വലൈസിങ് ചെക്കിങ് നടത്തിയതിന് ശേഷം നമുക്ക് വാഷിങ്ങിന് ഒരു 10 മിനിറ്റ്സ് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻഡ് ഭാഗത്ത്, ഹെയറിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ ഒന്ന് നമ്മുടെ സ്മൂത്തനിങ്ങിന് എങ്ങനെയാണോ നമ്മൾ വാഷ് ചെയ്യുന്നത് അതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ക്രീം ഫുള്ള് വാഷ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ബ്ലോ ഡ്രൈ, അതിനുശേഷം അയണിങ്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ ബാലൻസ് പ്രൊസീജിയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാലൻസ് ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ബ്ലോ ഡ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീം ആപ്ലിക്കേഷനിലും അയണിങ്ങിലും വരുന്ന വ്യത്യാസമാണ് നമ്മുടെ ബ്ലോ ഡ്രൈയിൽ വരുന്ന മെയിൻ ഡിഫറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അയൺ ചെയ്യണം, ബാക്കിയുള്ള വാഷിംഗ് എല്ലാം കഴിഞ്ഞു, അതിനുശേഷം അയൺ ചെയ്യുകയാണ്. അയൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ചെയ്തത് അത്രയും ഭാഗം മാത്രമേ നമ്മൾ ഫസ്റ്റ് അയൺ ചെയ്യത്തുള്ളൂ. അയൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഫുള്ള് കറക്റ്റ് സ്മൂത്ത് ആക്കിയതിന് ശേഷം ജസ്റ്റ് എൻഡ് ഭാഗം നമ്മൾ കേൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കേൾ കൊടുക്കുമ്പോഴത്തേക്കും അത് കാണാനും ഒരു ലുക്കായിരിക്കും. അതൊരു ലെയർ കട്ടോ സ്റ്റെപ്പ് കട്ടോ എന്തെങ്കിലും ഹെയറിലൊരു മോഡൽ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കിന് നല്ലൊരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അയൺ ചെയ്യേണ്ട രീതി ഒന്നും കൂടെ പറയാം. നമ്മുടെ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത ഭാഗത്ത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്യുക. അത് ഫുള്ള് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം എൻഡ് ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒരു കേൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അയൺ ചെയ്യുമ്പോൾ എൻഡ് ഭാഗത്ത് നമ്മൾ അയൺ ചെയ്യില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പകരം നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു കേൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ക്രീം ആപ്ലിക്കേഷനെ കൊണ്ട് അതൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ക്ലാസ്സുകളും ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു, സീ യു.